അവനിവിടെ ഉണ്ടെന്നാ തോന്നുന്നു. അതെ അതെ. ഇവനെയൊക്കെ കാണാൻ വരുന്ന ഗതികേട്. ആ വാ, എന്ത് ചെയ്യാം, നമ്മുടെ കാര്യങ്ങൾ നടക്കണ്ടേ. ജയൻ നേതാവേ, നമസ്കാരം. ആ, ശേഖര നേതാവോ, എന്താ ഈ വഴിമാറി വന്നയാണോ? ഏയ്, ഇങ്ങോട്ട് തന്നെ വന്നതാ. എന്താ ജയൻ നേതാവേ, സുഖമല്ലേ? എനിക്ക് സുഖമെന്നറിയാനല്ല നേതാവ് വന്നതെന്ന് എനിക്കറിയാം. വന്ന കാര്യം പറ. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, ഈ 1.5 കാലും വെച്ചോണ്ട് എന്തോ ഓണം അല്ലേ? നേതാവ് വന്ന കാര്യം പറ. ജയ, അറിയാമല്ലോ, ഇലക്ഷൻ എടുക്കാറായി. ഒരുപാട് മുന്നൊരുക്കങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അതുകൊണ്ട് വോട്ടർ പട്ടികയിൽ ആളിനെ ചേർക്കണം, കമ്മിറ്റി കൂടണം, ഒന്ന് ഉഷാറാവും ചെയ്യാ. പഴയതുപോലൊന്നും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ ആളുകളെ കിട്ടത്തില്ല, പ്രത്യേകിച്ച് യുവാക്കളെ. എല്ലാവരും തലയിൽ വിവരം വെച്ച് തുടങ്ങി. ജയന്റെ വില പാർട്ടിക്കറിയാം. നീ പഴയതുപോലെ മുന്നോട്ട് വരാൻ നോക്ക്, പഴയ ജയനായിട്ട്. ആരോഗ്യവും പണവും ഉള്ള എത്ര ആൾക്കാരെ പാർട്ടിക്ക് കിട്ടും? എന്നെ വിട്ടേരും. വിടാനോ? ജയന്റെ ആ മനസ്സുണ്ടല്ലോ, അതാണ് ഇപ്പോഴും പാർട്ടിക്ക് വേണ്ടത്. ഞാനില്ല. ഇല്ലെന്നോ? ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തനത്തിലൂടെ താൻ. എന്ത് ഉത്തരവാദിത്വം? ജയ, ഒഴിഞ്ഞു മാറരുത്. പാർട്ടിയെ വളരെ വിഷമം പിടിച്ചൊരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. പലതും മനസ്സിലായതുകൊണ്ടാണ് തൽക്കാലം ഞാൻ ഇല്ല എന്ന് പറയുന്നത്. അതെന്തോ മുനവെച്ച് പറയുന്ന പോലാണല്ലോ. പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് പാർട്ടി കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് പരിഹരിച്ചുകൂടെ? ഈ പ്രശ്നങ്ങളൊന്നും തൽക്കാലം അങ്ങനെ തീരില്ല നേതാവേ. ഒരു പാർട്ടി ആവുമ്പം പലതും സംഭവിച്ചെന്നൊക്കെ ഇരിക്കും. പ്രത്യേകിച്ചും നമ്മുടെ പാർട്ടിയിലെ ഗ്രൂപ്പിന്റെ അതിപ്രസരമാണ്. നിനക്കറിയാമല്ലോ, ഗ്രൂപ്പ് വിവരിന്റെ പേരിൽ ഞാനും ഇരയായിട്ടുണ്ട്. എന്ത് ഗ്രൂപ്പ് നേതാവേ? ഒരു ഗ്രൂപ്പും ഇല്ല. പാർട്ടിയിൽ ഓരോരുത്തർക്ക് വളരാൻ ഓരോരുത്തരെ കൂടെ നിർത്തും. അതിലേതെങ്കിലും നേതാവിൻ്റെ പേരും ചേർത്തും, അത്ര തന്നെ. നിനക്കെന്തോ തെറ്റിദ്ധാരണയുണ്ട്. ഒരു തെറ്റിദ്ധാരണയില്ല, ശരിയായ ധാരണയുള്ളൂ. വർഷങ്ങൾ കൊണ്ടുള്ള അനുഭവപാഠം. ജയ, കഴിഞ്ഞത് കഴിഞ്ഞു. നീ ഈ വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരണം. പഞ്ചായത്ത് ഇലക്ഷൻ അടുത്ത് വരുന്നുണ്ട്. നീ ഒരു വാർഡിൽ നിന്ന് മത്സരിക്കണം. നീ പുഷ്പം പോലെ ജയിക്കുമെന്നേ. ജയം മാത്രമല്ല നേതാവേ, ഒരുമാതിരി കൊള്ളാവുന്ന പാർട്ടി പ്രവർത്തകരെല്ലാം ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ജയിക്കും. അതെങ്ങനെ? നിങ്ങളെപ്പോലുള്ളവരൊക്കെ പിറവിൽ നിന്ന് പാലം വലിക്കില്ലേ? ജയ, നീ പഴയതൊക്കെ അങ്ങ് മറന്നുകളാ. പൊതുപ്രവർത്തനത്തിന് ഒരു മെമ്പർ കുപ്പായൊക്കെ നല്ലതാ. അതെ, മെമ്പർ ജയൻ. നേതാവേ, ഒരിക്കൽ ഇതുപോലുള്ള വാക്കുകൾ എനിക്കൊരു ആവേശമായിരുന്നു. ഇന്നത് കേട്ടുപോയി. അതൊക്കെ ആളി കത്തിക്കണം ജയ. താനൊരു ജനസേവകനായിട്ട് മുന്നോട്ടിറങ്ങ്. ജനങ്ങളെ സേവിക്കാൻ ഒരു മനസ്സ് മതി. അതിനൊരു മെമ്പറും ഒരു MLA ഒന്നും ആവണ്ട. ശരിക്കും മനസ്സിരുത്തി ഒന്ന് ആലോചിക്ക്. ഞങ്ങൾ പിന്നീട് വരാം. നേതാവ് പോ. ചാരം മൂടിക്കിടക്കുന്ന ഒരു ചതിയുടെ കനലുകൾ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ആളി കത്തുന്നുണ്ട്. അതൊക്കെ നമുക്ക് വിശദമായി പിന്നീട് സംസാരിക്കാം. പോ. വാടാമണി, നീ ദുഃഖിക്കേണ്ടി വരും. ബിച്ചേട്ടാ, എവിടെ പോന്ന്? ഞാൻ അപ്പുറത്ത് വരെ പോയി. തൊഴിലുറപ്പൊന്നും ഇല്ലയോ? പഞ്ചായത്തിൽ നിന്ന് മസ്റ്ററോൾ അടിച്ച് കിട്ടിയില്ല. അതുകൊണ്ട് ഇന്നൊരു കല്യാണത്തിന് പോകാൻ പറ്റി. ഗീതാ മെമ്പർ ഇങ്ങനെ കല്യാണം കൂടി നടന്നാ മതിയോ? കളിയാക്കാതെ ബിച്ചേട്ടാ, ജീവിച്ചു പോട്ടെ. ഞാൻ കളിയാക്കാനൊന്നുമല്ല പറഞ്ഞത്. മത്സരിച്ച് തോറ്റെങ്കിലും ഗീത തന്നെ നമ്മുടെ മെമ്പർ. ബിച്ചേട്ടൻ രാവിലെ കാര്യമായിട്ട് തന്നെ തേക്കുവാണല്ലോ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ലേ വരാൻ പോകുന്നത്, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളു. അതിനെന്താ, അത് വരട്ടെ. ഗീത ഈ പ്രാവശ്യം മത്സരിക്കുന്നില്ലയോ? ബിച്ചേട്ടൻ കേറുവാ, വെള്ളമൊക്കെ കുടിച്ചിട്ട് പോവാ. ബിച്ചേട്ടാ, ഞാൻ 1 അല്ല 3 തവണ മത്സരിച്ചു. അതും പാർട്ടി സീറ്റില്. 3 തവണയും തോറ്റു. തോറ്റതല്ല, എന്നെ തോൽപ്പിച്ചതാ. അപ്പൊ പാർട്ടി പ്രവർത്തനം ഒന്നും ഇല്ലയോ? എല്ലാം കുറേശ്ശെ നിർത്തി വരുവാ. ശരിക്കും പറഞ്ഞ പാർട്ടിക്കാരൊക്കെ പ്രശ്നക്കാരാണോ ഗീതേ? എന്ന് ഞാൻ പറയുന്നില്ല. നല്ലതും ചീത്തയൊക്കെ എല്ലാത്തിലും ഉണ്ട്. ഞാൻ ചിലതൊക്കെ മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കും സമയം കഴിഞ്ഞു. അതെന്താ ഗീതേ അങ്ങനെ? എല്ലാവരും കറക്കമ്പനി അല്ലേ ചേട്ടാ, താലൊത്ത്. ഗീത ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. ഗീതയെ പാർട്ടി കൊണ്ടുവന്നത് ജയനല്ലായിരുന്നു. നിങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളല്ലായിരുന്നോ? പിന്നെന്താ പറ്റിയത്? അതൊക്കെ ഓരോ കഥകളാ ചേട്ടാ, പഴയ കഥകൾ. നിങ്ങളെല്ലാം ചേർന്ന് നിന്നപ്പം പാർട്ടി നല്ല ഉഷാറായിരുന്നു. ഇപ്പൊ അത് കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ചേട്ടാ,
ഞാൻ മറ്റേ പാർട്ടി വിട്ട് ജയന്റെ പാർട്ടിയിലേക്ക് വന്നത് ആദർശം കൊണ്ടൊന്നുമല്ല. മത്സരിച്ച് ജയിക്കണമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെ ആയിരുന്നു. ഒരു ജനപ്രതിനിധി ആവണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോഴെന്ത് പറ്റി? ജയന്റെ തണലിലായിരുന്നു ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നതും വളർന്നതും ഒക്കെ. അയാൾ തന്നെയായിരുന്നു ഉയർന്നു പറക്കുന്ന ചെമ്പരുന്ത്. നമ്മളൊക്കെ വെറും കുരുവികൾ മാത്രം. മനസ്സിലായില്ല. അയാളായിരുന്നു അന്ന് പാർട്ടിക്കല്ല, അയാളുടെ വാക്കുകളായിരുന്നു അന്ന് പാർട്ടിക്ക് പ്രാധാന്യം. ഞാനൊക്കെ വന്നു ചേർന്നതല്ലേ. അയാളോട് എതിർത്താൽ ജയിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു. പിന്നെ കൂടെ ചേർന്ന് നിന്നു. അല്പം പ്രണയമൊക്കെ അഭിനയിച്ചു. എന്നിട്ട് ആലിപ്പഴം പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറയുന്ന പോലെ ആദ്യ തവണ ഞാൻ മത്സരിക്കാൻ നിന്നപ്പോഴാ അവൻ ആ പണി കാണിച്ചത്. ഏത് പണി? പാർട്ടിയിൽ അവനോട് താല്പര്യമുള്ള ആരൊക്കെയോ ചേർന്ന് എനിക്ക് കിട്ടിയ സീറ്റ് അവന് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ എല്ലാം ഒന്ന് സെറ്റായി വന്നപ്പോഴായിരുന്നു അത്. പിന്നെ ഒന്നും നോക്കിയില്ല. അവൻ്റെ എതിരാളിയായ പുത്തൻപുരിക്കൽ ശേഖരനെ ഞാൻ കൂടെ നിർത്തി. കൊല്ലാനായിരുന്നു പ്ലാൻ. പക്ഷേ അവൻ രക്ഷപ്പെട്ടു. ഗീതേ, നീ എന്തായി പറയുന്നേ? ശരിയാ ബിജേട്ടാ, ഞാനാ ജയിച്ചേ. എന്റെ കൺമുമ്പിലിട്ടാ ചത്തില്ലെങ്കിലും അവനൊരു മൂലയ്ക്ക് കയറിയില്ലേ. പാർട്ടിയിൽ ഒന്നും അല്ലാതായില്ലയോ? അത് മതി, അത് മതി. വല്ലാത്തൊരവസ്ഥ തന്നെ. കുളിക്കടവിലോട്ടൊന്ന് പോവാന്ന് വെച്ചാൽ നാട്ടുകാരെടുത്തിട്ട് ഇടിക്കും, ഇല്ലേ അണ്ണ? അതേടാ തങ്കപ്പ, ഇനി അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. എന്തൊരു ഇടിയാവന്മാർ ഇടിച്ചത്, ആഴ്ക്ക പൈലുകൾ. എടാ തങ്കപ്പ, എന്റെ കാശ് ഉണ്ടോടാ? എന്തൊരു ചോദ്യമാണ്. എൻ്റെ കയ്യിൽ 10 പൈസ എടുക്കാനില്ല. എടാ നിന്റെ ഭാര്യ തങ്കമ്മ തൊഴിലുറപ്പിന് പോകുന്നോളല്ലൂടാ. എടാ എന്തെങ്കിലും പഞ്ചായത്ത് വർത്തമാനം പറഞ്ഞ അവളുടെ 10 കാശുണ്ടാക്കാൻ നോക്കടാ. അതൊന്നും ഇപ്പൊ ഏക്കത്തില്ലണ്ണ. മാത്രമല്ല തങ്കമ്മയ്ക്ക് ഇപ്പൊ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുടെ സ്നേഹം തോന്നണമെങ്കിലേ പണിക്ക് പോകണം, കുടുംബം നോക്കണം. അല്ലാതെ ചൊറിയും കുത്തിങ്ങ ഇരുന്നാലേ ഭാര്യമാർക്ക് സ്നേഹം തോന്നത്തില്ല. ആരാ ഈ പറയുന്നേ? ഈ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നിങ്ങളെന്ന് പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ? അത് പോകണ ഇവിടെ നിന്ന്. എടാ തങ്കപ്പ, എനിക്ക് പ്രായമായില്ലൂടാ. പണിക്ക് പോകുന്നതിന് മാത്രമേ ഇയാൾക്ക് പ്രായമായുള്ളൂ. ആ സൂകൂട്ടം വന്നിരുന്നെങ്കിൽ അവൻ്റെ ഒന്നും എല്ലാം ഒപ്പിക്കായിരുന്നു. അതെ അതെ അതെ, കിളി പോലാണേലും എല്ലാ ദിവസവും അവന് പണിയുണ്ട് കേട്ടോ. എല്ലാവരും അവനെ പണിക്ക് വിളിക്കുകയും ചെയ്യും. അല്ലെങ്കിലും മാന്യന്മാരുടെ ഈ നാട്ടുകാർക്ക് പുച്ഛമാണല്ലോ. തള്ളേതോണ്ട് പുത്തമ്പൊരിക്കൽ ശേഖരൻ ഞാൻ കണ്ട്. എങ്ങോട്ട് പോകും? നേതാവേ, കാശ് ഉടനെ തരാം, സത്യമായിട്ടും തരാം. എന്റെ കാല് വെട്ടല്ലേ. ഇല്ലട തങ്കപ്പ, തിന്നാനും കൊല്ലാനും ഒന്നും വന്നേയല്ല. നീ ഇറങ്ങി വാ. ഒന്നുമില്ല, നിങ്ങളൊക്കെ നമ്മുടെ പിള്ളേരില്ലയോ? എടാ തങ്കപ്പ, കാശ് നീ തരത്തെന്നുള്ള കാര്യം എനിക്കറിയാം. അത് ഞാനും ഉപേക്ഷിച്ചു. നീ ഇറങ്ങി വാ. തന്നെ നേതാവേ. പക്ഷെ നീ എനിക്ക് അല്ല, പാർട്ടിക്കൊരു ഉപകാരം ചെയ്യും. നമ്മുടെ പാർട്ടി അല്പ ക്ഷീണത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം. ഞങ്ങൾ കൂടെ തന്നെ ഉണ്ട് നേതാവേ. നമ്മുടെ പാർട്ടി തോറ്റപ്പോ ജയിച്ച പാർട്ടിയുടെ കൂടെ നിന്ന ആളായി രായമ്പിള്ള. ദിനേശ, അതൊക്കെ വിട്ടുകളാ. അതൊക്കെ പഴയ കഥകളല്ലേ. അതൊക്കെ എനിക്കറിയാം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ഇവിടെ നിന്ന് മത്സരിക്കാൻ പറ്റിയ ആരുണ്ട്? ഇവിടെ ജയൻ നിൽക്കത്തില്ലേ? അതിലേ നേതാവ് നേരത്തെ പറഞ്ഞത്. ജയൻ അവനെ ഞാൻ നിർത്താം. ദിനേശ, ഒരു വാർഡിൽ സ്ഥാനാർത്ഥിയാകാൻ കുറഞ്ഞത് 10 പേരെയെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യും. എന്നിട്ട് അവരെ എല്ലാം നമ്മൾ വെട്ടും. ഒടുവിൽ ഞാൻ തന്നെ സ്ഥാനാർത്ഥിയാകും. അതാ കീഴ്വഴക്കം. നേതാവേ, അപ്പോ എന്നോടും വെറുതെ പറഞ്ഞാണോ? എന്തോന്ന്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡ് തരാമെന്ന് പറഞ്ഞത്. ദിനേശ, നീ ചെറുപ്പമല്ലേ, നിനക്കിനി എത്രയോ അവസരങ്ങൾ കിടക്കുന്നു. മാത്രമല്ല, നീ പഞ്ചായത്തിൽ മത്സരിക്കേണ്ടവനല്ല, പാർലമെന്റിൽ മത്സരിക്കേണ്ട ആളാണ്. നിങ്ങൾ പറ, ആര് മത്സരിച്ചാൽ നമുക്ക് വാർഡ് പിടിക്കാൻ പറ്റും? അത് പിന്നെ അതുമില്ല ഇതുമില്ല. രായമ്പിള്ള തന്നെ മത്സരിക്കണം. വിവരവും വിദ്യാഭ്യാസവും തറവാടിയൊക്കെ അല്ലയോ? അതൊക്കെ ശരിയാ. പക്ഷെ എനിക്ക് എന്തൊക്കെയോ ഒരു തിരക്കുണ്ട്. ഇവൻ നിൽക്കും, ഇവൻ മത്സരിക്കും. ഞാനില്ല നേതാവേ, ഞാനില്ല. തങ്കപ്പ, നീ എന്റെ കയ്യിൽ നിന്ന് പാർലമെന്റ് ഇലക്ഷൻ മേടിച്ച കാശെങ്കിലും തിരിച്ചതാ. അങ്ങനെയല്ലേ ഒരു ഉപകാരം ചെയ്യും. എന്തിനാ എല്ലാരും കൂടെ? സുഖു, നീ നമ്മുടെ പാർട്ടിയിൽ നിന്ന് പ്രവർത്തിക്കണം. ഇലക്ഷൻ കഴിഞ്ഞ് നിനക്കൊരു കക്കൂസ് ഞാൻ തരും.
കക്കൂസ് വേണ്ട നേതാവേ എനിക്ക്. ഞാൻ പറമ്പിലൊക്കെയാ പോകുന്നത്. സത്യം. കഷ്ടം. നമ്മുടെ നാടിന്റെ ഒരു സ്ഥിതി. അതുകൊണ്ടല്ല നേതാവ്, പണ്ടൊരു നേതാവ് കക്കൂസ് തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് ഓട്ടൊക്കെ ചെയ്യിപ്പിച്ചു. ഉള്ള കക്കൂസ് കൂടെ ഞങ്ങളങ്ങ് പൊളിച്ചു കളഞ്ഞായിരുന്നു. ആ നേതാവ് കക്കൂസൊന്നും തന്നില്ല, ഉള്ള കക്കൂസും പോയി. പിന്നെ ഞങ്ങള് പറമ്പിലാ പോകുന്നത്. ഇപ്പൊ അതൊക്കെ ഒരു ശീലമായി. വേണ്ടെങ്കിൽ വേണ്ട, കാര്യത്തിലേക്ക് വാ. നമ്മൾ ഇവിടെ ആരെ നിർത്തും? നേതാവേ, നമുക്ക് ഗീതയായാലോ? അത് വേണ്ട, അവള് ശരിയാവത്തില്ല. പാർട്ടി 3 തവണ അവൾക്ക് സീറ്റ് കൊടുത്തതാ, 3 തവണ അവൾ തോറ്റു. അവർക്ക് നാട്ടിൽ പറയത്തക്ക പിൻബലമൊന്നുമില്ല. കൂടെ കൊണ്ടുകിടന്ന് ചാറൂറ്റിട്ടേ പിൻബലയില്ല. എങ്ങനെ കാണും? പറ, പുതുതായിട്ട് ആരെയും നിർത്താം? അണ്ണാ, എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഞാൻ ഒരു പേര് പറയാം. അണ്ണാ, നമ്മുടെ ഈ തങ്കപ്പേണ്ട ഇല്ലേ, ഈ തങ്കപ്പേണ്ടന്റെ ഭാര്യ തങ്കപ്പ ചേച്ചി ഇല്ലയോ, തങ്കപ്പ ചേച്ചിയെ നിർത്തിയ ഈ വാർഡ് ജയിക്കും. ഉറപ്പ്. ആ ഇനി ആരെയും നോക്കണ്ട. നീ വൈകിട്ട് തങ്കമേം വിളിച്ചോണ്ട് പാർട്ടി ഓഫീസിലോട്ട് വാ. നേതാവ് കേറ്. ഞാൻ എന്തോ ഇത് പോടാ നേതാവ്, അതൊന്നും ശരിയാവത്തില്ല. തങ്കമ്മയൊന്നും ഞാൻ പാർട്ടിയിലോട്ട് വിടത്തില്ല. ഓ, പാർലമെന്റ് ഇലക്ഷൻ നീ എന്റെ കയ്യിൽ നിന്ന് മേടിച്ച കാശറിയാമല്ലോ. അത് തന്നില്ലെങ്കിലേ നിന്റെ കാലുണ്ടല്ലോ. ദിനേശ കേറടാ. ശരി. സുഖു ഓട്ടേടാ. തങ്കമ്മ തങ്കമ്മ പാർട്ടിയിലോട്ട് വരട്ടെ. നിന്നെ ഉണ്ടല്ലോ അഴുക്കേ, നീ ഒറ്റ ഒരുത്തനാണ്. അണ്ണാ, എവന്റെ മൂക്കാൻ വേണ്ടി അടിച്ച കീറട്ടാണ്. അണ്ണാ, ഞാൻ വിടൂല. എന്റെ അമ്മച്ചാണ്, ഞാൻ വിടൂല. ഞാൻ ഒരു നല്ല കാര്യമില്ലേ പറഞ്ഞു. ചേച്ചി മെമ്പറായ നല്ല പാർട്ടിയിലോട്ടൊക്കെ വന്ന അതിന് എന്നെ എന്തിനാ അടിക്കാൻ വരുന്നത്?